നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും പൊതുജനം കഴുതിയല്ല സർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ ജനാധിപത്യ മണിക്കൂറാണ്. ഇനിയുള്ള ഒരു മണിക്കൂർ നമ്മൾ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഈ പരിപാടിയുടെ ഭാഗമാകാം. നിങ്ങൾക്ക് ഏതെങ്കിലും ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ അതിന് അവസരമുണ്ട്. ഇനി പറയുന്ന ഫോൺ നമ്പറിൽ നേരിട്ട് വിളിച്ച് ആ വിഷയങ്ങൾ അറിയിക്കാം. 0484-2830-510 ഈ നമ്പറിൽ വിളിച്ച് ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഏതെങ്കിലും ദൃശ്യങ്ങൾ ഞങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ടെങ്കിൽ അതിനും അവസരമുണ്ട്. 6235-958937 ഈ നമ്പറിൽ വാട്സാപ്പ് വഴി ദൃശ്യങ്ങൾ അയച്ചു നൽകുകയും ചെയ്യാം. ഇന്ന് നമ്മുടെയൊക്കെ സ്വപ്നം അതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിഴിഞ്ഞത്തേക്ക് എല്ലാ കണ്ണുകളും അവിടേക്കായിരുന്നു. നമ്മുടെ സ്വപ്നം നങ്കൂരമിട്ട ദിവസമാണ്. വിഴിഞ്ഞത്ത് വികസനത്തിന്റെ പുതുചരിത്രം എഴുതിയാണ് ആദ്യ മദർഷിപ്പ് തീരം തൊട്ടത്. ഇനി ലോക നാവിക വാണിജ്യ ഭൂപടങ്ങളിൽ കേരളത്തിന്റെ കപ്പൽ യുഗത്തിന്റെ നാളുകളാണ്. സമുദ്രമാർഗമുള്ള ചരക്കു നീക്കത്തിന്റെ രാജ്യാന്തര കവാടമായി അങ്ങനെ വിഴിഞ്ഞം മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എസ് വിജയകുമാർ ഇപ്പോൾ വിഴിഞ്ഞത്ത് നിന്ന് തത്സമയം വിവരങ്ങളുമായി ചേരുന്നു. വിജയകുമാർ, രാവിലെ മുതൽ തന്നെ വിജയകുമാർ അവിടെ ഉണ്ടായിരുന്നു. ആ മദർഷിപ്പിന്റെ വരവ്, അതുവഴി കേരളത്തിൽ വരും കാലങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ നേട്ടം, വികസന വഴി, എന്തൊക്കെയാണ് വിവരങ്ങൾ വിജയകുമാർ? ഉന്മേഷ്, കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി നമ്മൾ മലയാളികൾ നിരന്തരമായി വിഴിഞ്ഞം പദ്ധതിയെപ്പറ്റി പലതരത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിലുണ്ടാകുന്ന നേട്ടങ്ങൾ അത് പല തലങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ചർച്ചകളുടെ, ആ യാത്രകളുടെ ഒരു നിർണായക ഘട്ടം ഇന്ന് നമ്മൾ പിന്നിടുകയാണ്. ആ കപ്പൽ ചാലിലൂടെ, രാജ്യാന്തര കപ്പൽ ചാലിലൂടെ ഒരു പടുകൂറ്റൻ മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയിരിക്കുന്നു. രാവിലെ ഏതാണ്ട് ഒരു 9:27, കൃത്യം സമയം പറഞ്ഞാൽ 9:27 ആ മദർഷിപ്പ് അവിടെ അതിൻ്റെ ബർത്തിങ് പൂർത്തിയാക്കിയെന്ന ഔദ്യോഗിക അറിയിപ്പ് വന്നു. യാതൊരു തടസ്സവുമില്ലാതെ എല്ലാം പറഞ്ഞുറപ്പിച്ചതുപോലെ, എഴുതി തയ്യാറാക്കിയതുപോലെ ആ പടുകൂറ്റൻ മദർഷിപ്പിന് അവിടെ ബർത്ത് ചെയ്യാൻ കഴിഞ്ഞു. ഇതാണ് ലോകത്തോട് വിഴിഞ്ഞം പറയാൻ ഉദ്ദേശിക്കുന്നത്. വലിയ വലിപ്പമുള്ള അതിഭീമാകാരമായ മദർഷിപ്പുകൾക്ക്, എത്ര കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള മദർഷിപ്പുകൾക്കും വിഴിഞ്ഞത്ത് സുഗമമായി ബർത്ത് ചെയ്യാൻ കഴിയും എന്നങ്ങനെ ലോകത്തിന് ഇന്ന് വിഴിഞ്ഞം തുറമുഖം കാണിച്ചു കൊടുത്ത ദിവസം കൂടിയാണ്. അങ്ങനെ വിഴിഞ്ഞം തുറമുഖ ചരിത്രം അതിൻ്റെ നിർണായക നാഴികക്കല്ല് പിന്നിട്ട ദിവസമാണിന്ന്. വിഴിഞ്ഞം മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ കപ്പൽ അല്ലെങ്കിൽ കടൽ മാർഗമുള്ള വാണിജ്യ വ്യവസായ സംരംഭങ്ങളുടെ, വാണിജ്യ വ്യവസായ നമ്മളുടെ യാത്രയുടെ ഒരു ഗേറ്റ് വേ ആകാൻ വിഴിഞ്ഞം തയ്യാറെടുക്കുന്നു എന്ന് എല്ലാ തരത്തിലും നമുക്ക് പറയാൻ കഴിയുന്ന കാഴ്ചകളായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ന് വിഴിഞ്ഞത്ത് നിന്ന് രാവിലെ മുതൽ കണ്ടത്. ഇന്നലെ ഏതാണ്ട് രാത്രി വൈകി പുറംകടലിലെത്തിയ സാൻ ഫെർണാണ്ടോയെ ഇന്ന് രാവിലെ ഇവിടെ നിന്ന് പോയ ടഗ്ഗുകൾ സ്വീകരിച്ച് അനയിച്ചു കൊണ്ടുവരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ആചാരപരമായ ഈ വാട്ടർ സല്യൂട്ടൊക്കെ നൽകി കൊണ്ടുവരുന്നു. അതിൻ്റെ ബർത്തിങ് പൂർത്തിയാക്കുന്നു. യാതൊരു തടസ്സവും ഉണ്ടായില്ല. അതാണ് ഉന്മേഷ് ഏറ്റവും പ്രധാനമായത്. ഒരു തടസ്സവും അതിന് നേരിട്ടിരുന്നില്ല. ഈ വലിയ കപ്പൽ ചാലിലൂടെ വന്ന അതേ സുഗമമായ യാത്ര ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ചാലിലേക്ക് കടന്നപ്പോഴും ബർത്ത് ചെയ്യേണ്ട ഈ 400 മീറ്റർ സ്പേസിലേക്ക് വരുമ്പോഴും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അതിന് ബർത്ത് ചെയ്യാൻ പറ്റി. എന്ന് വെച്ചാൽ ഒരു സ്മൂത്ത് ബർത്തിങ് അവിടെ നടന്നു. നമ്മൾ പറയാറുള്ളത് പോലെ അത് എന്തുകൊണ്ടാണ് അതിൻ്റെ കപ്പൽ ചാലിൻ്റെ ആഴം, അനുയോജ്യമായ പ്രകൃതി ദത്തമായ ആ തുറമുഖത്തിൻ്റെ പ്രത്യേകത, ഇതൊക്കെ നമ്മൾ ഇത്രയും ദിവസം അതിനെപ്പറ്റി പറയുകയായിരുന്നു. അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് ഇന്ന് ലോകം കണ്ടത്. ലോകത്തെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട ഈ കാർഗോ കമ്പനികളും അവരുടെ അടുത്ത ഷെഡ്യൂളുകളിൽ ഒന്ന് ഉറപ്പായും വിഴിഞ്ഞത്തേക്ക് ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. രാജ്യാന്തര ഈ മാരിടൈം ഏജൻസികൾ അവരുടെ കഴിഞ്ഞ ഏതാണ്ട് ഒരു 2-3 മാസത്തെ അവരുടെ ബുള്ളറ്റിനുകൾ എന്ന് വെച്ചാൽ അവരുടെ ജേണലുകൾ നമ്മൾ പരിശോധിച്ചാൽ അതിലൊക്കെ വിഴിഞ്ഞം എന്നത് ഒരു പോയിന്റ് ഓഫ് അട്രാക്ഷനായി അവരൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാജ്യാന്തര തലത്തിൽ വിഴിഞ്ഞം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്, വിഴിഞ്ഞം മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുറപ്പായിരുന്നു. അങ്ങനെ വിഴിഞ്ഞത്തെപ്പറ്റി ലോകം ആകെ ചർച്ച ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോഴാണ് ഇന്ന് ഇത് വളരെ സ്മൂത്തായിട്ട് ഏതാണ്ട് ഒരു 9,000-ഓളം കാർഗോ വഹിക്കാൻ ശേഷിയുള്ള, കണ്ടെയ്നർ വഹിക്കാൻ ശേഷിയുള്ള ഒരു വലിയ പടുകൂറ്റൻ മദർഷിപ്പ് ഇവിടേക്ക് സ്മൂത്തായി കടന്നു വന്നു എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എനിക്ക് പിന്നിൽ ആ പടുകൂറ്റൻ മദർഷിപ്പിനെ കാണാം. അതിൽ ഇവിടെ വിഴിഞ്ഞത്തിറക്കേണ്ട കണ്ടെയ്നറുകളിൽ കുറേ ഇതിനോടകം തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട്. അതും ആ ഓട്ടോമേറ്റഡ് ക്രെയിനുകളുടെ പ്രവർത്തനമൊക്കെ വളരെ സ്മൂത്തായിരുന്നു. അതിലും യാതൊരു അപാകതയും ഉണ്ടായിട്ടില്ല. വളരെ കൃത്യമായി അതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇന്ന് നമ്മൾ കണ്ട് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഇനി ആ കണ്ടെയ്നറുകൾ, അതായത് അവിടെ ഇറക്കി വച്ചിരിക്കുന്ന ആ കണ്ടെയ്നറുകൾ അത് നാളെ ഈ ഉദ്ഘാടന ചടങ്ങ് പൂർത്തിയാകുന്നതിന് ശേഷം അത് ഇവിടെ നിന്നും മറ്റ് ചെറു കപ്പലുകൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുക, അത് വിവിധ തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന അവരുടെ ജോലി അത് നാളെ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാളും ഒക്കെ പങ്കെടുക്കുന്ന രാവിലെ 10 മണിക്ക് ശേഷമുള്ള ചടങ്ങുകൾ കഴിയുമ്പോഴാണ് അത്തരം പരിപാടികൾ, അത്തരം ഔദ്യോഗിക അല്ലെങ്കിൽ ആ തുറമുഖത്തിന്റെ പ്രവർത്തനം അതേ നിലയിൽ നടക്കുന്നത്. ഈ കമ്മീഷനിങ്ങിലേക്ക് വിഴിഞ്ഞം തുറമുഖം നീങ്ങുന്നതിന് മുന്നോടിയായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിരുന്നു ഇന്ന് രാവിലെ നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ നാളെ ഔദ്യോഗികമായി ഇതിന്റെ ചില ചടങ്ങുകൾ നടക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഒരു തുറമുഖത്തേക്ക് ഒരു വലിയ കപ്പൽ, ഒരു മദർഷിപ്പ്, ഇന്ത്യയിൽ അതാണ് ഉന്മേഷ് എടുത്തു പറയേണ്ടത്, ഇന്ത്യയിൽ അങ്ങനെ മദർഷിപ്പുകൾക്ക് ഇത്ര സുഗമമായി ബർത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു തുറമുഖം നമുക്ക് ഇന്ത്യയിലില്ല. വലിയ ബിസിനസ്സുകൾ ചെയ്യുന്ന മുന്ദ്ര തുറമുഖമൊക്കെ ഗുജറാത്തിലുണ്ട്. പക്ഷേ അവിടെയൊന്നും ഇത്രയും ഭീമാകാരമായ വലിയ മദർഷിപ്പുകൾക്ക് അനായാസേന വന്ന് ബർത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. അത് ഈ പ്രകൃതി എല്ലാ സൗകര്യങ്ങളും നൽകിയിരിക്കുന്ന വിഴിഞ്ഞത്ത് മാത്രമേ അതുള്ളൂ. അതിലെ കപ്പൽ ചാലിന്റെ ആഴം, അതിന്റെ അടിത്തട്ടിലെ ഡ്രഡ്ജിങ് പോലും വേണ്ടാത്ത തരത്തിൽ കരിങ്കല്ല് നിറഞ്ഞ അല്ലെങ്കിൽ കരിങ്കല്ലുകൾ കൊണ്ട് കോട്ട കെട്ടിയ ഒരു ചുറ്റുപാട്, പശ്ചാത്തലം, അതൊക്കെ വിഴിഞ്ഞത്തെ ലോകത്ത് തന്നെ ഇപ്പോൾ ദുബായോ കൊളംബോയോ സിംഗപ്പൂരോ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഈ 3 പോർട്ടുകളുമാണ്. അതിൽ തന്നെ കൊളംബോയുടെ കാര്യത്തിൽ ഇന്ത്യയിലേക്ക് വരേണ്ട കാർഗോകൾ അധികവും കൊളംബോയിലാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം ചില മാരിടൈം മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുകയായിരുന്നു, കൊളംബോയിൽ ആഴ്ചകളോളം വെയിറ്റിംഗ് ആണ് ഈ പുറം കടലിൽ ഈ കാർഗോ വെസലുകൾ. കാരണം അവർക്കകത്തേക്ക് കയറാൻ സമയം അനുവദിക്കുന്നില്ല. അത്രത്തോളം അവിടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കണ്ടെയ്നറുകളുടെ എണ്ണം കൂടി. അങ്ങനെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് ഇനിയും നമ്മളിങ്ങനെ ചുറ്റിപ്പോകാതെ നേരെ വിഴിഞ്ഞത്തേക്ക് വരാം. വിഴിഞ്ഞത്തേക്ക് വരുമ്പോൾ ഈ പറയുന്ന താമസമൊന്നുമില്ലാതെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്ത് ഇവിടെ ഒന്ന് മടങ്ങുകയും ചെയ്യാം. അതിനുശേഷം മറ്റ് കപ്പലുകൾക്ക് ഇവിടെ വന്ന് ആ കണ്ടെയ്നറുകൾ മറ്റു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. അതിന് നമ്മൾ ഫീഡർ വെസലുകൾ എന്ന് പറയും. ഫീഡർ വെസലുകൾ നാളെ തൊട്ട് ഇവിടെ എത്തുകയും ചെയ്യും. ഇനിയുള്ളത് 2.5-3 മാസത്തോളം ഉള്ളത് ഈ ഇതിൻ്റെ ട്രയലാണ്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനത്തിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ? ഈ ഓട്ടോമേറ്റഡ് ക്രെയിനുകൾ, അത് ആ ദൃശ്യങ്ങളിൽ കാണാം, ആ ഓട്ടോമേറ്റഡ് ക്രെയിനുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. മദ്രാസ് IIT ആണ് ഇതിന് നാവിഗേഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്ത ഒരു സോഫ്റ്റ്വെയർ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം എയർ ട്രാഫിക് കൺട്രോൾ, ATC എന്ന് നമ്മൾ വിമാനത്താവളത്തിൽ പറയുന്ന എയർ ട്രാഫിക് കൺട്രോളിന് സമാനമായ നാവിഗേഷൻ സംവിധാനമാണ് ഇവിടെ ഒരുക്കുന്നത്. ആ നാവിഗേഷൻ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു 3 മാസമാണ് ഇനി ബാക്കിയുള്ളത്. ആ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തി സുസജ്ജമെന്ന് നമ്മൾ ഉറപ്പിക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിന്റെ തീയതി പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഒരു പക്ഷേ ഈ ഓണക്കാലത്ത് അത് ഉണ്ടാകും എന്ന് വേണം നമുക്ക് കരുതാം. ഇത് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ എന്താണ്, ഒരുപക്ഷെ നാളത്തെ ചടങ്ങുകളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാവാം ലൈറ്റൊക്കെ നേരത്തെ തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് ചുറ്റും ഈ വിഴിഞ്ഞത്തിൻ്റെ നമ്മൾ നിൽക്കുന്നത് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഏതാണ്ട് മുഴുവൻ ഭാഗവും കാണാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ ആളുകളൊക്കെ ധാരാളം, ഇന്ന് രാവിലെ മുതൽ തന്നെ ആളുകൾ ഇവിടെ വന്ന് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു ഉത്സവ ഛായ ഈ ഭാഗത്താകെ, ഈ മേഖലയിൽ ആകെയുണ്ട്. ആളുകളുടെ മനസ്സിൽ മാത്രമല്ല, അവർക്കത് പുറമേയുമുണ്ട്. അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടി ഒരു വലിയ കപ്പലിനെ വരവേൽക്കുന്നു. കേരളം ഒരു വികസനത്തിൻ്റെ ഒരു പുതിയ യുഗപ്പിറവിക്ക് സാക്ഷ്യം വഹിക്കുന്നു. ആ നിലയ്ക്കൊക്കെ ഉള്ള വലിയ പ്രാധാന്യം ഉറപ്പായുമുണ്ട്. സാധാരണ ഇത്തരം പദ്ധതികൾ, വൻകിട പദ്ധതികൾ വരുമ്പോൾ നാട്ടുകാർക്ക് എന്തു ഗുണം എന്ന ചോദ്യം പലപ്പോഴും ഉയരാറുണ്ട്. പക്ഷേ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. വിഴിഞ്ഞം നേരിട്ടും അല്ലാതെയും കൊണ്ടുവരുന്ന തൊഴിൽ സാധ്യതകൾ, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, അനുബന്ധ ബിസിനസ് സംരംഭങ്ങൾ, സംസ്ഥാന സർക്കാരിന് മാത്രം ലഭിക്കുന്ന ഏതാണ്ട് 400-500 കോടിയുടെ GST വരുമാനം മാത്രം, അങ്ങനെ വലിയ വികസന സാധ്യതകൾ വിഴിഞ്ഞം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. രാജ്യത്തെ സംബന്ധിച്ചും പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയെ സംബന്ധിച്ചും അതിൻ്റെ ഈ മാരിടൈം മേഖലയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വെസലുകളുടെ എണ്ണം കൂടുന്നു. നേരിട്ട് വലിയ മദർഷിപ്പുകൾക്ക് മദർ പോർട്ട് എന്ന് പറയാവുന്ന തരത്തിൽ ഇന്ത്യക്ക് ഇപ്പോൾ ഒരു പോർട്ടേ ഉള്ളൂ, വിഴിഞ്ഞം മാത്രമാണ്. ഓൾ വെതർ പോർട്ട് എന്ന് പറയാവുന്ന ഒരു പോർട്ടേ നമുക്കിപ്പോഴുള്ളൂ, അത് വിഴിഞ്ഞം മാത്രമാണ്. എല്ലാ കാലാവസ്ഥയിലും അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പ്രവർത്തിക്കാം. ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഒരു മദർ ഷിപ്പ് കമ്പനി MSC ആണ്. MSC എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. അവരുടെ ഷിപ്പ് ഇവിടേക്ക് വരുന്നുണ്ട്. അതിനൊക്കെ പോലും ഏതാണ്ട് 18-17 അടി അല്ലെങ്കിൽ മീറ്ററാണ് അവരുടെ കപ്പൽ ചാലിൻ്റെ താഴ്ചയായിട്ട് അവർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ അതിന് സുഗമമായി വരാൻ പറ്റുന്ന അവസ്ഥ നമ്മളുടെ വിഴിഞ്ഞത്തുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വിഴിഞ്ഞം എത്രത്തോളം മെച്ചപ്പെട്ടതാണ്, എത്രത്തോളം മുന്നേറിയിട്ടുണ്ട് ആ മേഖലയിൽ എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ ഉറപ്പായും ഉന്മേഷ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സുദിനം തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും പ്രത്യേകിച്ച് സമുദ്ര വ്യാപാര രംഗത്തെ സംബന്ധിച്ചും വളരെ നിർണായകം തന്നെയാണ്. അതിലൊരു വലിയ ചുവടുവയ്പ്, ഒരു പരാജയവും കൂടാതെ അങ്ങേയറ്റം സൂക്ഷ്മതയോടെ നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചത് എങ്ങനെയാണോ, നമ്മൾ ഡിസൈൻ
ചെയ്തു വെച്ചത് എങ്ങനെയാണോ അതേപോലെ നമുക്ക് ആദ്യ ദിവസത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പടുകൂറ്റൻ മദർ വെസലിൻ്റെ ബർത്തിങ് എന്നത് ഒരു ചരിത്രമായിരുന്നു. അത് ഒരു തലമുടി നാരിഴ വ്യത്യാസമില്ലാതെ അത് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നത് ചെറുതല്ലാത്ത നേട്ടവുമാണ്. അന്വേഷ് ശരി, വിജയകുമാർ. എസ് വിജയകുമാറിനാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലും നിറയുന്നുണ്ട്. ആർക്കാണ് ക്രെഡിറ്റ് വേണ്ടത് വിഴിഞ്ഞത്തിന്റെ എന്ന് ശ്രീരാജ് കാലിക്കറ്റ് ചോദിക്കുന്നുണ്ട്. ജയചന്ദ്രൻ പി കെ പറഞ്ഞത് വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് എല്ലാ ആളുകൾക്കുമുള്ളതാണ്, കേരളത്തിലെ എല്ലാ ആളുകൾക്കുമുള്ളതാണ്. നിഷായൻ വിഴിഞ്ഞമല്ല കുഞ്ഞ് എന്നാണ് പറയുന്നത്. UDFന്റെ കുഞ്ഞാണ്, കോൺഗ്രസിന്റെ കുഞ്ഞാണ് വിഴിഞ്ഞം എന്ന തരത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പ്രസ്താവന വന്ന ദിവസമാണ്. അത് ഓർമ്മയിൽ വെച്ചുകൊണ്ടാണ് ആ പ്രതികരണം എന്ന് കരുതുന്നു. ഏതായാലും വിഴിഞ്ഞം വരുന്നത് കേരളത്തിന് നല്ലതാണ്, കേരളത്തിന്റെ വികസന വഴി തെളിയിക്കുന്ന ഒന്നാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ആദ്യ മദർഷിപ്പ് എത്തിയതിന് പിന്നാലെ വിഴിഞ്ഞത്ത് കടലിലും കരയിലും കനത്ത സുരക്ഷയാണ്. വിഴിഞ്ഞത്തിലൂടെ 4 വർഷം കൊണ്ട് കേരളത്തിലെത്തുക 10,000 കോടിയുടെ സ്വകാര്യ നിക്ഷേപമാണ്. അതിനിടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പിതൃത്വത്തെ ചൊല്ലി തർക്കവും ഉണ്ടാകുന്നുണ്ട്. രാവിലെ ആ കടൽ ദൂരത്ത് പൊട്ടുപോലെ നമ്മൾ കണ്ട സാക്ഷാൽ സാൻ ഫെർണാണ്ടോയാണ് ദാ ഈ കിടക്കുന്നത്. കേരളത്തിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ആ യാത്രയും വരവേൽപ്പും രാജകീയമായിരുന്നു. ലോകത്തിലെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെഴ്സിക്കിന്റെ സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പ് കഴിഞ്ഞ മാസം 22-നാണ് ചൈനയിൽ നിന്ന് യാത്ര ആരംഭിച്ചത്. ഇന്ന് രാവിലെ 7 മണിക്ക് ഇന്ത്യൻ സമുദ്രാതിർത്തിയും കടന്ന് കേരളത്തിന്റെ കണ്ണിൽ തെളിഞ്ഞു. പിന്നീട് നടന്നതെല്ലാം സ്വപ്നതുല്യമായ കാര്യങ്ങൾ. എന്റെ കൈയകലത്തിൽ എന്റെ കൺകാഴ്ചയ്ക്ക് മുൻപിൽ സാൻ ഫെർണാണ്ടോയെ വാട്ടർ സല്യൂട്ട് ചെയ്യുന്ന വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് പോയ ടഗ് ബോട്ടുകൾ, അത് ഒരു വലിയ കാഴ്ചയാണ്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് പതുക്കെ തിരമാലകളെ കീറിമുറിച്ച് സാക്ഷാൽ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുക്കുന്നു. വിഴിഞ്ഞത്ത് നിന്ന് സാൻ ഫെർണാണ്ടോയെ ടഗ് ഷിപ്പുകൾ വാട്ടർ സല്യൂട്ട് നൽകിയാണ് ആനയിച്ചത്. തുറമുഖ മന്ത്രി VN വാസവൻ ബർത്തിങ് ഫ്ളാഗ് ഓഫ് ചെയ്തു. 3 ടഗ് ബോട്ടുകൾ ചേർന്ന് സാൻ ഫെർണാണ്ടോയുടെ ബർത്തിങ് യാഥാർത്ഥ്യമാക്കി. സേഫ് ബർത്തിങ്ങിന് ശേഷം അടുത്ത ആകാംക്ഷ കണ്ടെയ്നർ അൺലോഡിംഗ്. 11:30 ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ പ്രവർത്തിച്ചു തുടങ്ങി. 12:15 കണ്ടെയ്നർ തുറമുഖത്തെത്തിച്ചു. ഓരോ ക്രെയിനുകളുടെയും പ്രവർത്തനശേഷി പരിശോധിച്ചു വരികയാണ്. ഇന്ന് മുഴുവൻ തുടരുന്ന അൺലോഡിംഗ് നാളെയോടെ അവസാനിപ്പിക്കും. ട്രയൽ റണ്ണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ശേഷം നാളെ വൈകിട്ട് കപ്പൽ യൂറോപ്പിലേക്ക് യാത്ര തിരിക്കും. പിന്നാലെ 2 ഫീഡർ കപ്പലുകൾ തുറമുഖത്തെത്തും. തുറമുഖത്തിറക്കിയ ചരക്കുകൾ ഫീഡർ കപ്പലുകൾ രാജ്യത്തെ വിവിധ തുറമുഖങ്ങളിൽ എത്തിക്കും. അടുത്ത 2 മാസം മദർഷിപ്പുകൾ ഉൾപ്പെടെ വന്നുപോകും. സെപ്റ്റംബറിൽ തുറമുഖം കമ്മീഷനിംഗ് നടത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കപ്പലെത്തിയ ആദ്യ ദിവസം രാഷ്ട്രീയ വിവാദങ്ങൾക്കും കുറവുണ്ടായിരുന്നില്ല. മദർഷിപ്പ് മടങ്ങും മുൻപ് അവകാശവാദങ്ങളും ആവശ്യങ്ങളും ഉയർന്നു. വിഴിഞ്ഞം തുറമുഖത്തെ ട്രയൽ റൺ ഔദ്യോഗിക ഉദ്ഘാടനം നാളെയാണ്. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോണോവാൾ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിലാണ് കോൺഗ്രസിന് അതൃപ്തി. വിഴിഞ്ഞം പദ്ധതിയിൽ സർക്കാരിന് സങ്കുചിത മനോഭാവമാണെന്ന് രമേശ് ചെന്നിത്തല. വൻകിട പദ്ധതികൾ കമ്മീഷൻ ചെയ്യുമ്പോഴും ഉദ്ഘാടനം ചെയ്യുമ്പോഴും പ്രതിപക്ഷ നേതാവിനെ ആ ചടങ്ങിൽ വിളിക്കേണ്ടതാണ്. കഴിഞ്ഞ ചടങ്ങിൽ അദ്ദേഹത്തെ വിളിച്ചിരുന്നു, അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇത്തവണ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ആ ചടങ്ങിലേക്ക് വിളിക്കാതിരിക്കുന്നത് എന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. പരിപാടി ബഹിഷ്കരിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് പറയുമ്പോഴും നഷ്ടപരിഹാര കുടിശ്ശിക ചൂണ്ടിക്കാട്ടി ശശി തരൂരും ട്രയൽ റൺ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ല. വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ ആവശ്യപ്പെട്ടു. സ്വീകരണ ചടങ്ങിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെനറ്റോയും പങ്കെടുക്കില്ല. വിവാദങ്ങൾ അതിന്റെ വഴിക്ക് പോകട്ടെ. മലയാളി കാത്തിരിപ്പ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞത്ത് കൂറ്റൻ കപ്പലെത്തി. ലോകം വിഴിഞ്ഞത്തേക്ക് കണ്ണുവെക്കുന്നു. കേരളത്തിന് ഇനി വികസന നാളുകൾ. ഷഫീദ് റാവുത്തറിനൊപ്പം അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. അപ്പോൾ അതാണ് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന അവകാശവാദങ്ങൾ, രാഷ്ട്രീയ അവകാശവാദങ്ങൾ. വിൻസി വി പറയുന്നത് ചാകര അടുത്തു വിഴിഞ്ഞത്ത് എന്നുള്ളതാണ്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങൾ തുടരുന്നുണ്ട്. 2 ജനകീയ വിഷയങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. നൌഷാദ് പുന്നത്തല ഒരു കാര്യം പറയുന്നുണ്ട്. ട്രെയിൻ യാത്രാ ദുരിതങ്ങൾ കാണാൻ റെയിൽവേ അധികൃതർ തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണ്. കേരളത്തിൽ അൺറിസർവ്ഡ് യാത്ര കൂടുതൽ കണ്ണൂർ തിരൂർ റൂട്ടിലാണ്. ഈ മേഖലയിൽ ഹ്രസ്വദൂരത്തേക്ക് കൂടുതൽ പാസഞ്ചർ ട്രെയിൻ അനുവദിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. നേരെ കഴിഞ്ഞ ദിവസമൊക്കെ കൊങ്കൺ പാത വഴിയുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അപ്പോൾ വലിയ യാത്രാ ദുരിതം ഉണ്ടായി എന്നാണ് പറയുന്നത്.
പറയുന്ന മലബാർ മേഖലയിൽ. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പ്രതികരണം എന്നാണ് വിചാരിക്കുന്നത്. മിനി ബാബു ഒരു കാര്യം പറയുന്നുണ്ട്. കഴിഞ്ഞ 5 ദിവസമായി ചേർത്തല, മാരാരിക്കുളം പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭ്യമാകാത്ത സാഹചര്യമാണുള്ളത്. പനിയും കോളറയും ഒക്കെ പടർന്നു പിടിക്കുന്ന ഈ സമയത്ത് ശുദ്ധജലം ലഭ്യമാകാത്ത അവസ്ഥയാണ് എന്ന് മിനി ബാബു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അധികാരികളുടെ അടുത്തേക്ക് നമ്മൾ ആ വിഷയം കൂടി എത്തിക്കുകയാണ്. സംസ്ഥാനത്ത് പനി ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവില്ല. 13,196 പേർ ഇന്ന് ചികിത്സ തേടി. 2 പേർ പനി ബാധിച്ചു മരിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ 7 പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. MG പ്രതീഷ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രതീഷ്, ഈ പകർച്ചപ്പനി ഇങ്ങനെ പടരുകയാണല്ലോ, എങ്ങനെയാണ് ആരോഗ്യവകുപ്പ് നിലവിലെ സ്ഥിതിഗതികളെ കാണുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രതീഷ്? ഉന്മേഷ, പകർച്ചപ്പനി കേസുകളിൽ ഓരോ ദിവസം കഴിയുന്തോറും കുറവില്ല എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന കാര്യം. പ്രതിദിനം 13,000-ലധികം രോഗികളാണ് പനി ബാധിച്ച് സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്നത്. ഇന്ന് 13,196 പേരാണ് പനി ബാധിച്ച ചികിത്സ തേടിയിട്ടുള്ളത്. ഇതിൽ 145 പേർക്ക് ഇന്ന് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 416 പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സ തേടി എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ തന്നെ കണക്കുകൾ പറയുന്നത്. 10 പേർക്കാണ് എലിപ്പനി ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 42 പേർക്ക് H1N1 പനിയും സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 പേരാണ് എലിപ്പനി ബാധിച്ച് സംസ്ഥാനത്ത് ഇന്ന് മരിച്ചത്. ഒരാൾ മഞ്ഞപ്പിത്ത രോഗം ബാധിച്ചും മരിച്ചുവെന്ന് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പറയുന്നുണ്ട്. അതായത് മിക്ക ജില്ലകളിലും 10,000-ലധികം പേരാണ് പ്രതിദിന രോഗബാധിതരായി ഉള്ളത്. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിലും രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഓരോ ദിവസവും ഉണ്ടാകുന്നുണ്ട്. ഒപ്പം ഈ പനി ബാധിക്കുന്നവരിൽ ഗുരുതരാവസ്ഥയിൽ പോകുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നു എന്നതാണ് ഈ പനി മരണങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങളും മനസ്സിലാക്കി തരുന്ന കാര്യം. കാരണം ഓരോ ദിവസവും 2-3 മരണങ്ങളാണ് സംസ്ഥാനത്ത് പനി ബാധിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക നേരത്തെ ഉന്മേഷ സൂചിപ്പിച്ചതാണ്, ഈ കോളറയാണ്. കോളറ ബാധിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് മാത്രം 7 പേർക്ക് കോളറ സ്ഥിരീകരിച്ചു എന്നതാണ് ആരോഗ്യ വകുപ്പിന്റെ ഔദ്യോഗിക കണക്ക് പറയുന്ന കാര്യം. ഇന്നലെ സ്ഥിരീകരിച്ച 2-ഉം ഇന്ന് സ്ഥിരീകരിച്ച 5-ഉം ചേർത്താണ് 7 പേർക്ക് തിരുവനന്തപുരത്ത് ഇതുവരെ കോളറ സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് പറയുന്നത്. നേരത്തെ കാസർഗോഡ് സ്വദേശിയായ ഒരാൾക്ക് കോളറ സ്ഥിരീകരിച്ചിരുന്നു. ഏറ്റവും പുതിയ കണക്ക്, ഏറ്റവും ഒടുവിലായി ആരോഗ്യവകുപ്പ് നൽകിയ കണക്ക് പ്രകാരം ഈ മാസം 8 പേർക്കാണ് കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ പുതുതായി 3 കേസുകൾ കൂടി ഉണ്ട് എന്നുള്ള ഏറ്റവും പുതിയ വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും കോളറ വ്യാപനത്തിനെതിരെയും വലിയ ജാഗ്രത വേണമെന്നതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഒപ്പം പകർച്ചപ്പനിക്കെതിരെയും പ്രത്യേക മുന്നറിയിപ്പ് നൽകുകയാണ് ആരോഗ്യവകുപ്പ്. ഉന്മേഷ, ശരി. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. കളമശ്ശേരി നഗരസഭയിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുകയാണ്. സംസ്ഥാനത്ത് തന്നെ ഒരു നഗരസഭാ പരിധിയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തതും കൊച്ചി കളമശ്ശേരിയിലാണ്. മഴക്കാലപൂർവ്വ ശുചീകരണ ജോലികൾ കൃത്യമായി നടപ്പാക്കാതിരുന്നതാണ് രോഗം ബാധിക്കുന്നവരുടെ എണ്ണം കൂടാൻ കാരണം എന്നാണ് പരാതി. ഡെങ്കിപ്പനി ബാധിച്ച് നഗരസഭാ പരിധിയിൽ ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കളമശ്ശേരി നഗരസഭാ പരിധിയിൽ പാളിയതോടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഡെങ്കി കേസുകൾ സജീവമായി സ്ഥിതി ചെയ്യുന്ന നഗരസഭയായി കളമശ്ശേരി മുനിസിപ്പാലിറ്റി മാറിയിരിക്കുന്നു. കളമശ്ശേരി നഗരസഭ ഓഫീസിൽ നിന്ന് മന്ത്രി പി രാജീവിന്റെ ഓഫീസിലേക്ക് 3 കിലോമീറ്റർ പോലും ദൂരമില്ല. പക്ഷേ മന്ത്രി പറയുന്നത് പോലും കളമശ്ശേരി നഗരസഭയിലെ ഭരണസമിതി ചെവിക്കൊള്ളുന്നില്ല എന്നാണ് പരാതി. കളമശ്ശേരി നഗരസഭാ പരിധിയിൽ 100-ലധികം പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. രോഗലക്ഷണങ്ങളുമായി ചികിത്സയ്ക്ക് ദിവസവും എത്തുന്നത് നിരവധി പേരാണ്. ഡെങ്കി വ്യാപനം അതിരൂക്ഷമായിട്ടും നഗരസഭാ അധികൃതർ കണ്ണു തുറക്കുന്നില്ല എന്നാണ് ആക്ഷേപം. ഡെങ്കിപ്പനി മരണം കൂടിയുണ്ടായതോടെ നഗരസഭയ്ക്ക് മുന്നിലേക്ക് പ്രതിപക്ഷ കൗൺസിലർമാർ ഇന്ന് സമരവുമായി രംഗത്തെത്തി. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ പ്രധാന റോഡുകളിലൊക്കെ മാലിന്യം കെട്ടിക്കിടക്കുകയാണ്. ഇപ്പോഴും ചാക്ക് കെട്ടുകളായിട്ടാണ് കിടക്കുന്നത്. അത് മഴ പെയ്ത് ഒലിച്ച് രോഗാണുക്കളും പുഴുക്കളും പട്ടി അത് കടിച്ച് വലിച്ച് റോട്ടിലിട്ട് നടക്കാനോ വാഹനങ്ങളിൽ പോകാനോ കഴിയാത്ത വിധം റോഡിൻ്റെ ഗതിയുതാണ്. 100 കണക്കിന് ഈ നാട്ടിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ട് മാർച്ച് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് 25-ാം തീയതി. മഴക്കാലപൂർവ്വ ശുചീകരണം പൂർണ്ണമായും പാളിയതാണ് കളമശ്ശേരി നഗരസഭയ്ക്ക് തിരിച്ചടിയായത്. നഗരത്തിന്റെ മുക്കിനും മൂലയിലും മാലിന്യം കൂട്ടിയിട്ട നിലയിലാണ്. കൊതുകിന് പെറ്റുവരുകാൻ അനുകൂലമായ സാഹചര്യം നഗരസഭ ഒരുക്കിക്കൊടുത്തു എന്നാണ് ആക്ഷേപം. ആരോഗ്യ വിഭാഗത്തിൽ ആവശ്യത്തിന് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാത്തതും നഗരത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിച്ചു. ഹരിതകർമ്മ സേനയെ ഉപയോഗിച്ചുള്ള മാലിന്യ നീക്കവും നഗരസഭയിൽ ഫലപ്രദമല്ല. ഏറ്റവും കെടുകാര്യസ്ഥതയോടെ
മകുടോദാഹരണമായി ഹരിത കർമ്മസേനയെ മാറ്റി കളമശ്ശേരി നഗരസഭയിൽ. ആ കർമ്മസേനയിൽ എത്ര പേർ ജോലി ചെയ്യുന്നു എന്നുള്ളത് സംബന്ധിച്ച് രേഖകളില്ല. ആരാണ് ഇവരെ നിയന്ത്രിക്കുന്നത് എന്നത് സംബന്ധിച്ച് രേഖകളില്ല. വർഷാവർഷം ഓഡിറ്റിന് വിധേയമാക്കാത്ത വിധത്തിൽ, കണക്കുകൾ ഒരു തരത്തിലും ലഭ്യമാക്കാത്ത വിധത്തിൽ, ഇനി എടുക്കുന്ന മാലിന്യം പോലും ഇടക്കാലം കൊടുത്ത് അവർ തന്നെ തീയിട്ട് ആ കണക്ക് പോലും ലഭ്യമാക്കാത്ത വിധത്തിൽ കളമശ്ശേരി നഗരസഭയ്ക്കകത്ത് ഇതൊരു അഴിമതിയുടെ കൂമ്പാരമായി ഹരിതകർമ്മസേനയുടെ വിഭാഗം മാറിയിരിക്കുകയാണ്. സർക്കാർ നൽകുന്ന ഫണ്ട് പോലും കൃത്യമായി നഗരസഭ വിനിയോഗിക്കുന്നില്ലെന്ന ആക്ഷേപവും പ്രതിപക്ഷ കൗൺസിലർമാർ ഉന്നയിക്കുന്നുണ്ട്. കൗൺസിലർമാർ ആവശ്യപ്പെട്ടിട്ടും UDF ഭരിക്കുന്ന ഭരണസമിതി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പരാതി. നഗരസഭയുടെ നിലപാടിനെതിരെ ഈ മാസം 23 മുതൽ പ്രത്യക്ഷ സമരം തുടങ്ങുമെന്ന് ഇടതുമുന്നണി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രോഗവ്യാപനം രൂക്ഷമാകുമ്പോൾ ഇടതുമുന്നണി പ്രഖ്യാപിച്ച സമരമെങ്കിലും നഗരസഭയുടെ കണ്ണു തുറപ്പിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ കളമശ്ശേരി നഗരസഭാ പരിധിയിലുള്ള ആശങ്ക അതാണ്. അധികൃതർ അക്കാര്യത്തിൽ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. തോമസ് ജോർജ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് കേരളത്തിൽ കീറാമുട്ടിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കണ്ണൻ ഒരു പ്രതികരണം നടത്തുന്നത് ഇങ്ങനെയാണ്: വികസനം വരണം, അത് താഴെത്തട്ടിൽ ഉള്ളവരിലേക്ക് കൂടി എത്തുന്ന തരത്തിലാകണം, അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ ഭരണാധികാരികൾ എന്ന് കൂടി അദ്ദേഹം നേരത്തെ നമ്മൾ നൽകിയ വിഴിഞ്ഞം വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരണം അറിയിക്കുന്നുണ്ട്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജനം കഴുതയിലെ ശ്രദ്ധ പരിപാടിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. ഇനി തൃശൂർ മേയർ MK വർഗീസിനെതിരെ ഗുരുതര ആരോപണവുമായി VS സുനിൽകുമാർ. MK വർഗീസ് BJPക്ക് വേണ്ടി വോട്ട് പിടിച്ചു. തന്റെ വിജയത്തിന് വേണ്ടി മേയർ പ്രവർത്തിച്ചില്ല. MK വർഗീസിനെ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് CPIഎമ്മിനോട് ആവശ്യപ്പെട്ടതായും VS സുനിൽകുമാർ പറഞ്ഞു. പ്രവർത്തിച്ചില്ലെന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥി എന്ന പോലെ ഞാൻ ഉറപ്പിച്ചു പറയും, അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കുന്ന നിലപാടല്ല എടുത്തത്. അദ്ദേഹം NDA സ്ഥാനാർത്ഥിയെ സഹായിക്കാനാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അല്ല, അത് അവരുടെ പാർട്ടിയുടെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര തീരുമാനം എടുക്കാതെ അവർക്ക് ഒരിക്കലും അതിലൊരു ഫൈനൽ ഡിസിഷൻ, ഇപ്പോൾ നിങ്ങൾ ജില്ലാ സെക്രട്ടറിയോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് അവരുടെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെയൊക്കെ അറിയിപ്പ് പിന്നെ കൃത്യമായ ഡയറക്ഷൻ കിട്ടാതെ ഒന്നും ഒരു കോർപ്പറേഷൻ്റെ മേയർ ഇടതുപക്ഷത്തിൻ്റെ ആളായി നിൽക്കുമ്പോൾ അത് പെട്ടെന്ന് മാറ്റണമെന്നൊന്നും അവർക്ക് പറയാൻ പറ്റില്ല. മേയറുടെ കാര്യത്തിൽ CPI ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, CPI ജില്ലാ കൗൺസിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം ഞങ്ങളുടെ പാർട്ടി സ്റ്റേറ്റ് കൗൺസിലിനെ അറിയിച്ചിട്ടുണ്ട്. പ്രവർത്തിച്ചില്ലെന്ന് മാത്രമല്ല. സൂരജ് സജ്ജുണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, അങ്ങനെ നേരത്തെ തന്നെ CPI അവരുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗവും അവിടെ LDF സ്ഥാനാർത്ഥിയുമായിരുന്ന VS സുനിൽകുമാർ അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, ഗുരുതരമായ ആരോപണമാണ് തൃശൂർ മേയർ MK വർഗീസിനെതിരെ ഇപ്പോൾ VS സുനിൽകുമാർ ഉയർത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, വോട്ട് പിടിക്കുന്ന ഒരു നിലപാടാണ് MK വർഗീസ് സ്വീകരിച്ചതെന്നാണ് ഇപ്പോൾ VS സുനിൽകുമാർ തുറന്നു പറയുന്നത്. അത് CPIയുടെ നിലപാടാണ്. CPI ജില്ലാ കമ്മിറ്റി ഇത് സംബന്ധിച്ച്, ജില്ലാ കൗൺസിൽ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഈ മേയറെ മാറ്റണമെന്നൊരു ആവശ്യം ജില്ലാ കൗൺസിൽ ഔദ്യോഗികമായി തന്നെ CPMനെ അറിയിച്ചു എന്നുള്ളതാണ് VS സുനിൽകുമാർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തെയും അറിയിച്ചു. പക്ഷേ CPM ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അത് CPM ജില്ലാ നേതൃത്വത്തിന്റെ പരിമിതിയാണ്. സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഈ മേയറെ മാറ്റുന്ന നടപടിയിലേക്ക് CPMന് കടക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതി കൂടി വാങ്ങിക്കൊണ്ട് MK വർഗീസിനെ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന നടപടി CPM കൈക്കൊള്ളും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് VS സുനിൽകുമാർ പറയുന്നത്. മേയറെ മാറ്റിയില്ലെങ്കിൽ കടുത്ത നിലപാടിലേക്ക് CPI നീങ്ങിയേക്കുമെന്നുള്ള സൂചനയും VS സുനിൽകുമാർ പങ്കുവെക്കുന്നുണ്ട്. ഒരു തരത്തിലും മേയറെ മാറ്റണമെന്ന ആവശ്യത്തിൽ നിന്ന് CPI പിന്നോട്ടില്ല എന്നൊരു നിലപാടാണ് ഈ ഘട്ടത്തിൽ VS സുനിൽകുമാർ ഉയർത്തുന്നത്. മറുവശത്ത് കോൺഗ്രസ് ആകട്ടെ, കോൺഗ്രസും ഈ വിഷയം കൃത്യമായ രാഷ്ട്രീയ മുതലെടുപ്പാക്കി മാറ്റുന്നു. ഇതിൽ മേയർക്കെതിരെ ഒരു അവിശ്വാസം കൊണ്ടുവരുന്നത് പരിഗണിക്കും എന്നുള്ളതാണ് തൃശൂർ DCC പ്രസിഡന്റ് ചുമതലയുള്ള VK ശ്രീകണ്ഠൻ പറയുന്നത്. ഇത്തരത്തിൽ CPIയുടെ പിന്തുണ പൂർണ്ണമായും മേയർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതോടുകൂടി ഈ കോർപ്പറേഷനിൽ മേയർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ മേയർ രാജിവെക്കണമെന്നൊരു ആവശ്യം കോൺഗ്രസ് ഉയർത്തുന്നു. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ അവിശ്വാസ പ്രമേയം അടക്കം കൊണ്ടുവരുന്നത് പരിഗണിക്കും എന്ന് കോൺഗ്രസ് കൂടി നിലപാട് മുന്നോട്ട് വെക്കുന്നു. ഇതോടുകൂടി തൃശ്ശൂരിലെ കോർപ്പറേഷന്റെ ഭരണം തന്നെ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഉന്മേഷ്, ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. അടുത്ത ഒരു റിപ്പോർട്ടിലേക്കാണ്. നമ്മുടെ വാട്ടർ അതോറിറ്റിയെ കുറിച്ചാണ്. വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനം പ്രശംസ അർഹിക്കുന്നതാണ്. അത് ആ നിലയ്ക്ക് പറഞ്ഞല്ലെന്ന് ഇനി വായിക്കുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകും. വെള്ളം നൽകിയില്ലെങ്കിലും വെള്ളം കുടിപ്പിക്കുന്ന ബില്ല് അവർ കൃത്യമായി നൽകും. പറഞ്ഞു വരുന്നത് കോട്ടയം മൂലിടത്തെ കുടുംബങ്ങളുടെ ദുരിതത്തെ പറ്റിയാണ്. 8 മാസം മുൻപ് പൈപ്പ് കണക്ഷൻ നൽകിയിട്ടും വെള്ളം എത്തിയിട്ടില്ല. എന്നാൽ പ്രദേശത്തെ എല്ലാ കുടുംബങ്ങൾക്കും ബില്ല് നൽകിയിട്ടുണ്ട്. വിവാദമായതിന് പിന്നാലെ ഇപ്പോൾ ബില്ല് അടയ്ക്കേണ്ട എന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചിരിക്കുകയാണ്. കോട്ടയം നഗരത്തിൽ നിന്നും അധികമൊന്നും സഞ്ചരിക്കേണ്ട മൂലയിടത്തെ ഈ തച്ചങ്കുന്ന് പ്രദേശത്തേക്കെത്താൻ. പക്ഷേ
വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഇതുവരെ കുടിവെള്ളം ഇവിടെ എത്തിയില്ല. എത്തിയതാകട്ടെ വാട്ടർ അതോറിറ്റിയുടെ ഒരു ബില്ലും. എട്ട് മാസം മുൻപാണ് കോട്ടയം നഗരസഭയിലെ 31-ാം വാർഡായ തച്ചങ്കുന്നിൽ പൈപ്പ് കണക്ഷൻ നൽകിയത്. എന്നാൽ ഇതുവരെ ഒരു തുള്ളി വെള്ളം പോലും പൈപ്പിലൂടെ വന്നില്ല. ശുദ്ധജലം ലഭിക്കാതെ ബുദ്ധിമുട്ടിയിരിക്കുമ്പോഴാണ് ഇടുത്തി പോലെ വാട്ടർ അതോറിറ്റി ബില്ല് നൽകിയത്. 100ഓളം കുടുംബങ്ങൾക്ക് 445 രൂപ വീതമാണ് ബില്ല് നൽകിയത്. ഇതോടെ അന്താളിച്ച് നിൽക്കുകയാണ് ഇവിടെയുള്ളവർ. ഇവിടെ പൈപ്പ് ഇട്ടിട്ട് 8 മാസത്തിലേറെയായി. ഇന്നേ നാഴിക വരെ ഞങ്ങൾക്ക് തുള്ളി വെള്ളം അതിന് ഒരു കാറ്റ് പോലും വരുന്നില്ല. ആ സ്ഥാനത്താണ് ഇന്ന് 445 രൂപ വെച്ച് ബില്ലും കൊണ്ട് വന്നത്. പക്ഷേ ബില്ല് ഞങ്ങൾ കൈപ്പറ്റിയില്ല. വെള്ളമില്ലാതെ ഞങ്ങൾ എന്തിനാണ് ബില്ല് കൈപ്പറ്റുന്നത്? പലതവണ അധികാരികളെ കണ്ട് കാര്യം പറഞ്ഞതാണ്. ശുദ്ധജലത്തിനു വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ അടുത്തിടെ പ്രതിഷേധ പാതയിലേക്ക് തിരിഞ്ഞു. ഇതോടെയാണ് വർഷങ്ങൾക്ക് ശേഷം പൈപ്പ് കണക്ഷൻ കിട്ടിയത്. എന്നാൽ വെള്ളത്തിന് പകരം കിട്ടിയതാകട്ടെ ഉപയോഗിക്കാത്ത വെള്ളത്തിന്റെ ബില്ലും. പൈപ്പ് ലൈൻ ഇടാനെന്ന് പറഞ്ഞ ഒരു ചെറിയ ട്യൂബ് പോലെ ഒരു സാധനം കൊണ്ടുവന്ന് ഇവിടെ മീറ്ററുമായിട്ട് ഫിറ്റ് ചെയ്ത് ഈ വഴി മുഴുവനും പോയി. ഞങ്ങൾക്ക് ഇപ്പോൾ വണ്ടി ഓടിക്കാൻ മേല, മനുഷ്യർക്ക് നടക്കാനും മേല, വെള്ളം ഉണ്ടോ അതുമില്ല. ഇപ്പോൾ ഈ മീറ്ററിൻ്റെ വന്ന് നോക്കിയിട്ട് ഞങ്ങൾക്ക് ബില്ല് വരുന്നെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇവിടെ ഈ മീറ്ററും വേണ്ട, ഇതും വേണ്ട, ഇതൊന്നും എടുത്ത് മാറ്റിക്കും. ഞങ്ങൾ പൈസ കൊടുത്തല്ലെങ്കിലും മേടിക്കുന്നത്. നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കിയതോടെ ബില്ല് തിരികെ വാങ്ങിയ ഉദ്യോഗസ്ഥർ മടങ്ങി. തുടർന്ന് ബില്ലുകൾ അടയ്ക്കേണ്ടെന്നും അധികൃതർ പറഞ്ഞിട്ടുണ്ട്. കണക്ഷൻ നൽകിയത് രജിസ്റ്റർ ആയപ്പോൾ കമ്പ്യൂട്ടറിൽ ബില്ല് ജനറേറ്റ് ആയതാണെന്നാണ് വിശദീകരണം. ജലക്ഷാമം രൂക്ഷമായ പ്രദേശത്ത് പൈപ്പിടാനായി റോഡ് കുത്തിപ്പൊളിച്ചിരുന്നു. ഇപ്പോൾ വെള്ളവുമില്ല, റോഡുമില്ലാത്ത അവസ്ഥയാണ്. അബദ്ധത്തിൽ വന്ന ബില്ല് അടയ്ക്കേണ്ടെന്ന് വാട്ടർ അതോറിറ്റി മറുപടി നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ പൈപ്പുകളിലൂടെ എന്ന് വെള്ളം വരുമെന്ന കാര്യത്തിൽ മാത്രം ആരും മറുപടി പറയുന്നില്ല. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. അപ്പോൾ അവിടെ പൊതുജനം കഴുതയല്ല സാർ. കാലങ്ങളായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കാണ് വാട്ടർ അതോറിറ്റി ബില്ല് നൽകിയിരിക്കുന്നത്. അവരുടെ പ്രതികരണങ്ങളിലേക്കാണ് ഇനി. ദേശീയപാത അതോറിറ്റിയാണ് നമുക്കിപ്പോൾ ഈ വഴി വെട്ടിപ്പൊളിക്കാൻ അവരെ സമ്മതിക്കുകയല്ലാത്തത്. അവരുടെ അനുവാദം ഇതുവരെ കിട്ടിയിട്ടില്ല. അതാണ് നമുക്കിപ്പോൾ ഈ വെള്ളം കിട്ടാത്തതിൻ്റെ പ്രശ്നം. അതാണ്. പക്ഷേ ഇപ്പോൾ ലുലു മാളിലേക്ക് വെള്ളത്തിന് അവർ വഴി വെട്ടിപ്പൊളിച്ചു. അവർക്ക് അങ്ങോട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കാനിരിക്കുകയാണ്. ഞങ്ങൾക്ക് കുടിവെള്ളമാണ് മെയിനായിട്ട് വേണ്ടത്. ഇപ്പോൾ കുടിവെള്ളം ഇല്ല. ഈ കുഞ്ഞുങ്ങളും വെച്ച് ഞങ്ങൾക്ക് ഒരു 10 ഓടം ആ കയറ്റം കയറി വരുമ്പോഴേക്കും ഞങ്ങൾ എന്തിനാവും? ഞങ്ങൾ ഈ വെള്ളം ചോദിക്കുന്നുള്ളൂ, വേറെ ഒന്നും ചോദിക്കുന്നില്ലല്ലോ സർക്കാരിനോട്. തിരുവഞ്ചൂർ സാറുമായിട്ട് എത്ര മീറ്റിങ്ങുകൾ കഴിഞ്ഞു, എത്ര പ്രാവശ്യം ഞങ്ങൾ കലക്ടറേറ്റിൽ പോയി, എത്ര പ്രാവശ്യം വാട്ടർ അതോറിറ്റി പോയി, കുടം വരെ ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അതിന് യാതൊരു പ്രയോജനമില്ല. ഇത്രയും വർഷം ഓരോരുത്തരും ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ച് കയറുമ്പോഴൊക്കെ വെള്ളത്തിന് വേണ്ടിയിട്ടാണ് വോട്ട് പിടിക്കാൻ വരുമ്പം ഞങ്ങളിപ്പോൾ ഇവിടുത്തെ അച്ഛൻ ഇവിടെ മുഴുവൻ വെള്ളം ഒഴിക്കേക്കാന്ന് പറയും. പക്ഷെ ആരുമില്ല. മാറി വരുന്ന രാഷ്ട്രീയക്കാരെല്ലാവരും പറയും വെള്ളം തരാമെന്നും പറഞ്ഞുകൊണ്ടാണ് വോട്ട് മേടിച്ചുകൊണ്ട് പോണത്. പക്ഷെ വോട്ട് കഴിയുമ്പോൾ വെള്ളവും ഇല്ല, ആളും ഇല്ല. എന്നുവെച്ചാൽ ഞാൻ 44 വർഷമായി ഇവിടെ വന്നിട്ട് അന്ന് മുതൽ വെള്ളം കോരാൻ തുടങ്ങിയതാണ്. അപ്പം കക്കൂസിലൊഴിക്കണമെങ്കിൽ അരി കഴുകിയ വെള്ളം വരെ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇപ്പം മഴവെള്ളമാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും. ഇവരിപ്പം വെള്ളം തരും എന്ന് പറഞ്ഞു. പിന്നെ തിരുവഞ്ചൂര് വരുന്നു, എല്ലാവരും വെള്ളം തരാമെന്ന് പറയുന്നതല്ലാതെ ഇന്ന് ഈ നാഴിക വരെ ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ടില്ല. ഒരു വീടുകളിലല്ല, മുഴുവൻ ഈ പ്രദേശത്ത് ഒരു 10-40 കുടുംബത്തോളം ഉണ്ട്. അത്രയും വീട്ടുകാർക്ക് 444 രൂപ വെച്ച് ബില്ല് വന്നു. അപ്പോൾ ഒരു തുള്ളി പോലും വെള്ളം കിട്ടാത്ത സ്ഥിതിയിൽ ഈ ബില്ല് ഇങ്ങനെ വന്നപ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. ഇവരെല്ലാം വളരെ പ്രതിഷേധത്തിലാണ്. അപ്പോൾ അവരുടെ ദുരിതത്തിന് പരിഹാരം ഉണ്ടാകേണ്ടതാണ്. അത് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. പരിഹാസരൂപേണയൊക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ജോസിനൊരു കാര്യം അതിനോടനുബന്ധമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോട്ടയം അകലകുന്നം പഞ്ചായത്തിൽ ജൽജീവൻ പൈപ്പിട്ടിട്ട് 7 മാസമായി ട്രയൽ നടത്തിപ്പോയതല്ലാതെ വെള്ളം വന്നിട്ടില്ല എന്നാണ് ജോസ്വിൻ ഒരു കാര്യം അറിയിക്കുന്നത്. ചില പ്രശ്നങ്ങൾ കൺമുന്നിൽ നടന്നാലും പലരുടെയും കണ്ണ് അങ്ങോട്ടെത്തില്ല. പൊതുജനം അപ്പോൾ ഇങ്ങനെ ഉറക്കെ പറയും, കണ്ണുണ്ടായാൽ പോര സാർ.
കഴിഞ്ഞ ദിവസം പൊതുജനം കഴുതയല്ല സാറിന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു സന്ദേശവും ദൃശ്യവും വന്നിരുന്നു. റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് പെരുവഴിയിലായ ഒരു കുടുംബത്തിന് ദുരവസ്ഥ ഞങ്ങളെ അറിയിച്ചത് ജോജോ ജെയിംസ് എന്ന കൊല്ലം കിഴക്കേ കല്ലട സ്വദേശിയാണ്. വീട്ടിലേക്ക് പതിച്ച കല്ലും മണ്ണും ഒരു മാസമായിട്ടും നീക്കം ചെയ്യാത്ത കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. നിരവധി തവണ അധികൃതരെ അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. സംരക്ഷണ ഭിത്തി തകർന്നതോടെ റോഡിനെ ആശ്രയിക്കുന്ന 150 കുടുംബങ്ങൾ ഇപ്പോൾ ദുരിതത്തിലാണ്. ഒരു നാടൊറ്റപ്പെട്ടിട്ട് ഒരു മാസം അധികാരികൾ കാണുന്നില്ല. കണ്ടവർക്ക് പിന്നീട് അനക്കവുമില്ല. എന്തുകൊണ്ടാണ് ഈ നാട്ടുകാരെ ഇങ്ങനെ ദുരിതക്കയത്തിലാക്കിയിരിക്കുന്നത്? ഒരു മാസം മുമ്പ് പെയ്ത മഴയിലാണ് കൊല്ലം കിഴക്കേക്കല്ലട കൊച്ചിലാമൂട് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഒന്നാകെ ഇടിഞ്ഞത്. ചന്ദ്രബാബുവിന്റെ വീട്ടിലേക്ക് പിന്നാലെ എത്തിയത് പാറക്കൂട്ടവും മണ്ണും. വീട്ടിൽ ആളില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. വർഷങ്ങളായി ഞങ്ങൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നു മുതൽ ഈ മണ്ണിടിയും ഇടുക്കുകയെല്ലാം ചെയ്യും. പഞ്ചായത്തിലും വില്ലേജിലും കളക്ടർക്കും എല്ലാം ഞങ്ങൾ പരാതിപ്പെടുക. ആണ്ടോടാണ്ടുള്ള മഴയിൽ ഇത് വെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എല്ലായിടവും പരാതിപ്പെടുകയും എടുക്കുകയും ചെയ്തതാണ്. അവിടെ നിന്നും ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. വീടിൻ്റെ സിറ്റൗട്ടും കൈവരികളും അടുക്കളയും കതകും തകർന്നു. റോഡിൻ്റെ അപകടാവസ്ഥ സംബന്ധിച്ച പലതവണ പരാതി ഉന്നയിച്ചതാണ്. പക്ഷേ നടപടി ഒന്നുമേ ഉണ്ടായില്ല. സംരക്ഷണ ഭിത്തിയാണ് ഈ വീട്ടിലേക്ക് ഒരു മലവെള്ളപ്പാച്ചിൽ ഒന്നാകെ ഒലിച്ചിറങ്ങിയെത്തിയത്. വീട്ടിൽ ആൾതാമസമില്ലാത്തതിനാൽ വലിയ ദുരന്തം തന്നെയാണ് ഒഴിവായത്. പിന്നീട് അധികാരികൾ പലകുറി വന്നു, പക്ഷേ ഒന്നും ഉണ്ടായില്ല. അപകടം ഉണ്ടായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മണ്ണ് നീക്കം ചെയ്യാനും നടപടിയുണ്ടായില്ല. ഇതോടെ ചന്ദ്രബാബുവും കുടുംബവും വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്നു. ഇത് സംഭവിച്ചിട്ട് ഒരു മാസത്തിൽ കൂടുതലായി. കഴിഞ്ഞ മാസം മെയ് 30-ാം തീയതിയാണ് രാവിലത്തെ മഴയ്ക്ക് ഇതെല്ലാം ഇടിഞ്ഞു വീണത്. പലതവണയായിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കുകയും അത് MLA വന്ന് കാണുകയും കണ്ടുപോവുകയും ചെയ്ത് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് കറക്റ്റുകൾ നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. റോഡിലെ ഗതാഗതം സർക്കാർ നിരോധിച്ചു. ഇതോടെ റോഡ് ഉപയോഗിക്കുന്ന 150 കുടുംബങ്ങളും അനാഥമായി. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഇന്ന് ഈ നാട്ടിലെ കുറേ കുടുംബങ്ങൾ. റോഡ് ഇടിഞ്ഞു വീണതിന് പിന്നാലെ ഗതാഗതം നിരോധിക്കാൻ അധികാരികൾ കാണിച്ച ആ തിടുക്കം റോഡ് ഗതാഗത യോഗ്യമാക്കാൻ കൂടി ഉണ്ടാകേണ്ടതാണ്. കണ്ണടച്ചിരിക്കുന്ന അധികാരവർഗങ്ങൾ ഇത് കാണാതെ പോകരുത്. കാരണം ഇത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല, 150 കുടുംബങ്ങളുടെ പ്രശ്നമാണ്. പ്രശ്നത്തിന് പരിഹാരമുണ്ടായേ മതിയാവും, അത് ഏത് തലത്തിൽ നിന്നായാലും. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ രാജ്കിറിനൊപ്പം അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ അധികൃതരുടെ അനാസ്ഥ, ആ അനാസ്ഥയിൽ സ്വന്തം വീട്ടിൽ കിടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ആ കുടുംബത്തിന്. പ്രതികരണങ്ങളിലേക്കാണ് ഇനി. ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നതിൽ ഈ ജനങ്ങളെല്ലാം വളരെ വലിയ പ്രതിഷേധത്തിലാണ് അവർ നിൽക്കുന്നത്. ഇവിടുത്തെ രോഗാവസ്ഥയിലായി കിടക്കുന്ന പാവങ്ങൾക്ക് ഈ ചാനലിലൂടെയെങ്കിലും ഇതിനൊരു നീതി ലഭിക്കണമെന്ന്. 2 മാസമായി ഈ വീട് ഇത് ഇടിഞ്ഞ് വീണിട്ട്. ഇത്രയും നാളായി അവർ 3-4 വീട്ടിൽ താമസിക്കുന്ന വീടാണ്. 3-4 പേര് നിന്ന് താമസിക്കുന്ന വീടാണ്. ഇതെങ്ങനെയെങ്കിലും പെട്ടെന്ന് ചെയ്തു കൊടുക്കണം. അവർക്ക് ജീവിക്കണ്ടേ. ഈ റോഡിൻ്റെ ഈ അവസ്ഥ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 1.5 മാസത്തിലധികമായി. അധികാരികളുടെ ശ്രദ്ധ പല മാധ്യമങ്ങളിലൂടെ വന്ന് അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടെങ്കിൽ തന്നെയും അവർ ഒരു കണിക പോലും അതിന് അടിയന്തരമായൊരു നടപടികളിലേക്ക് നീങ്ങി ഇതുവരെയായിട്ട് പോയി. നമ്മൾ നേരത്തെ കോട്ടയം വാർത്ത നൽകിയിരുന്നു. അവിടുത്തെ വെള്ളമില്ലാത്ത ജനതയുടെ ദുരിതം ചൂണ്ടിക്കാണിച്ചിരുന്നു. മിനി ബാബു പറയുന്നുണ്ട് വെള്ളമില്ലാത്ത ജീവിതം കഷ്ടമാണെന്ന്. നമ്മൾ ഓരോരുത്തരുടെയും ലൈഫിൽ ആ സ്ഥിതിയാണ് എങ്കിൽ ആലോചിച്ച് നോക്കുക. അപ്പോഴാണ് എത്ര വലിയ ദുരിതമാണ് ആ ജനത അനുഭവിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. തട്ടിപ്പ് വാർത്തകൾ നാട്ടിൽ അനുദിനം വർദ്ധിക്കുകയാണ്. അത്തരം വാർത്തകൾ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുകയാണ് ടീം 24. നോക്കാം ശുദ്ധ തട്ടിപ്പ്. മലപ്പുറം തിരൂരിൽ നിന്നുള്ള ഒരു തട്ടിപ്പ് വാർത്തയിലേക്കാണ്. തിരൂരിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷ്യധാന്യങ്ങൾ കാണാനില്ല. 1-2 2.25 കോടി രൂപയുടെ ഭക്ഷ്യധാന്യങ്ങളാണ് കാണാതായത്. ഇന്റേണൽ ഓഡിറ്റ് ഭാഗം നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. സംഭവത്തിൽ 8 സപ്ലൈകോ ജീവനക്കാരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. തിരൂർ കടുങ്ങാത്തുകുണ്ടിലെ സപ്ലൈകോ NFSA ഗോഡൌണാണിത്. ഇവിടെ സൂക്ഷിച്ചിരുന്ന 2.25 കോടിയുടെ ഭക്ഷ്യധാന്യമാണ് ആവിയായി പോയത്. കൃത്യമായി പറഞ്ഞാൽ 2,78,74,579 രൂപയുടെ ഭക്ഷ്യധാന്യങ്ങളാണ് കാണാതായത്. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ സ്റ്റോക്ക് വെരിഫിക്കേഷനിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. പിന്നാലെ NFSA മാനേജർ, കോഴിക്കോട് സപ്ലൈകോ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് തുടങ്ങിയവർ നടത്തിയ പരിശോധനയിൽ സാധനങ്ങളുടെ കുറവ് ഉറപ്പായി. സപ്ലൈകോ ഡിപ്പോ മാനേജർ ഉദ്യോഗസ്ഥരുടെ പങ്കന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കൽപ്പകഞ്ചേരി പോലീസിൽ പരാതി നൽകി. 8 ജീവനക്കാർക്കെതിരെ കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തു.
8 പേരെയും സപ്ലൈകോ സസ്പെൻഡ് ചെയ്തു. 2-3 വർഷത്തിനിടെയാണ് ഇത്രയധികം സാധനങ്ങൾ കാണാതായത് എന്നാണ് പോലീസിന്റെ നിഗമനം. ഒരു വർഷം ശരാശരി 14,000 ലോഡ് ഭക്ഷ്യധാന്യങ്ങൾ ഇവിടെ നിന്നും റേഷൻ കടകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതിന്റെ മറവിൽ കടത്തിക്കൊണ്ടുപോയതാണോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ഇവിടെ നിന്നും പോയ ലോഡുകളെക്കുറിച്ച് അന്വേഷിക്കേണ്ടി വരും. കടത്തിന് ജീവനക്കാരുടെ ഒത്താശ ഉണ്ടായോ എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി താന്തൂർ ഡിവൈഎസ്പി വി ബെന്നിയും സംഘവും സപ്ലൈകോ ഗോഡൌണിലെത്തി പരിശോധന നടത്തി. വരും ദിവസങ്ങളിൽ ജീവനക്കാരെയും ഇവിടെ നിന്ന് റേഷൻ കടയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന കരാറുകാരെയും ചോദ്യം ചെയ്യും. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് സപ്ലൈകോ ഗോഡൌൺ ഉപരോധിച്ചു. ഇതിന് പിന്നെ ഒരുപാട് അഴിമതികളുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥരോട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഈ നടപടി എടുത്തത് സാധാരണ ജോലിക്കാർ മാത്രമാണെന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത. സാധാരണ ജോലിക്കാർക്കെതിരെ ആർക്കും നടപടി എടുക്കാം. അതൊരു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ്. ഞങ്ങൾ യൂത്ത് ലീഗ് ഇതുമായി സമരമായി മുന്നോട്ട് പോകും. ഭക്ഷ്യധാന്യങ്ങൾ ട്രെയിൻ വാഗണിൽ നിന്ന് എടുക്കുന്നത് മുതൽ റേഷൻ കടകളിൽ എത്തുന്നത് വരെ കൈകാര്യം ചെയ്യുമ്പോൾ ഹുക്ക് ഉപയോഗിക്കും. ഇതുവഴി 100 കിലോ ഭക്ഷ്യധാന്യത്തിൽ നിന്ന് ശരാശരി 200 ഗ്രാം ഭക്ഷ്യധാന്യം വരെ കൊഴിഞ്ഞു പോകും. 14,000 ലോഡ് പോകുമ്പോൾ വലിയ അളവ് അരിക്ക് കുറവ് വരും. നിലവിലത്തെ ധാന്യങ്ങളുടെ കുറവ് വരാൻ ഇതൊരു കാരണമാണ് എന്നും ജീവനക്കാർ പറയുന്നു. അവശ്യ സാധനങ്ങൾ പോലും ഇല്ലാതെ സപ്ലൈകോ വീർപ്പ് മുട്ടുമ്പോഴാണ് ഈ കോടികളുടെ കൊള്ള നടക്കുന്നത്. സാധാരണ സ്റ്റോക്ക് കുറവുണ്ടാകുമ്പോൾ ജീവനക്കാരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കി അവസാനിപ്പിക്കാറാണ് പതിവ്. എന്നാൽ ഇത്തവണ പോലീസ് കേസെടുത്തതോടെ പങ്കുള്ള മുഴുവൻ പേരും കുടുങ്ങുമെന്നാണ് തോന്നുന്നത്. സമീർ ബിൻ കരീം, 24, തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ പോലും ഇല്ലാതിരുന്ന ഒരു സമയമുണ്ടായിരുന്നത് പ്രേക്ഷകർ ഓർക്കുമല്ലോ. ഏതായാലും അതിനിടയിലാണ് ഈ ക്രമക്കേട് വാർത്ത പുറത്തു വരുന്നത്. പ്രതികരണങ്ങൾ നോക്കാം. ഉദ്യോഗസ്ഥർ പങ്കുണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ടും ഒക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ട് ഈ അഴിമതി കണ്ടെത്തുന്നതുവരെ, ഇതിൻ്റെ ആളുകളെ കണ്ടെത്തുന്നവരെ ശക്തമായ പോരാട്ടം ഇവിടെ നടക്കും. അതിന് ഒരിക്കലും പിന്നോട്ട് പോവില്ല. വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെ കഴിവില്ലാതെ അവരും കൂടി പങ്കാളിയായിട്ടാണ് ഇത് നടത്തിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കി. അല്ല ഇവിടുത്തെ ഒരു ഓഫീസിൽ ഇരുന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ മാത്രം ഒരിക്കലും ഇത് ചെയ്യൂല. അപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്യണം. അവർ അറസ്റ്റ് ചെയ്തിട്ട് അവരെ ഒരു സസ്പെൻഡ് ചെയ്ത് ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം. അതുവരെ ഞങ്ങൾ യൂത്ത് ലീഗ് സമരമായി മുന്നോട്ട് പോകും. യാതൊരു വിധത്തിൽ പിന്നോട്ടില്ല. അപ്പോൾ കുറ്റക്കാർക്കെതിരെ കർശന നടപടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തൊരു റിപ്പോർട്ടിലേക്ക് കൂടി. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ 138 അധിക താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചു. മലപ്പുറത്ത് 120 ബാച്ചുകളും കാസർഗോഡ് 18 ബാച്ചുകളുമാണ് താൽക്കാലികമായി അനുവദിച്ചത്. എന്നാൽ മലബാറിലെ മറ്റ് ജില്ലകളിൽ കൂടി ബാച്ചുകൾ അനുവദിക്കണമെന്ന് ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മലബാറിലെ സീറ്റ് പ്രതിസന്ധി മുന്നിൽ കണ്ട് കഴിഞ്ഞ വർഷം അനുവദിച്ച താൽക്കാലിക ബാച്ചുകൾ തുടരുന്നതിനും സീറ്റ് വർധനയ്ക്കും സർക്കാർ അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ ഇതൊന്നും മലബാറിലെ സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ പര്യാപ്തമായില്ല. ആദ്യഘട്ടത്തിൽ സീറ്റ് ക്ഷാമം ഉണ്ടാകില്ലെന്നായിരുന്നു സർക്കാർ നിലപാട്. എന്നാൽ പിന്നീട് നടന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് സർക്കാർ നിലപാട് മാറ്റി. വിദ്യാർത്ഥി സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ചു. പ്രശ്നം പരിഹരിക്കാനായി 2 അംഗ സമിതിയെയും നിയോഗിച്ചു. നിയമസഭയിൽ ചട്ടം 300 അനുസരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രത്യേക പ്രസ്താവനയിലാണ് അധിക താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നത് വ്യക്തമാക്കിയത്. മലബാറിലെ സീറ്റ് പ്രതിസന്ധിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച 2 അംഗ സമിതിയുടെയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെയും ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. പ്രവേശനത്തിന്റെ മുഖ്യ അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ +1 സീറ്റുകളുടെ അപര്യാപ്തതയുണ്ടെന്ന പ്രാദേശിക പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. വിഷയ കോമ്പിനേഷൻ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോൾ മലപ്പുറം ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിഷയങ്ങളിൽ സീറ്റ് കുറവുണ്ടെന്ന് കണ്ടെത്തി. ഇത് പരിഹരിക്കാൻ 85 സർക്കാർ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിച്ചതിൽ 74 സ്കൂളുകളിൽ സൗകര്യമുണ്ടെന്ന് കണ്ടെത്തി. +1 പ്രവേശനത്തിന് 1ാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉൾപ്പെടെയുള്ള മുഖ്യ അലോട്ട്മെന്റുകൾ കഴിഞ്ഞപ്പോഴും പ്രവേശനം ലഭിക്കാത്ത മലപ്പുറം, കാസർഗോഡ് ജില്ലയിലെ വിദ്യാർത്ഥികളുടെ +1 പ്രവേശനത്തിനായി പ്രസ്തുത ജില്ലകളിൽ താൽക്കാലിക അധിക ബാച്ചുകൾ അനുവദിക്കുകയാണ്. മലബാർ മേഖലയിൽ എല്ലാ സർക്കാർ സ്കൂളുകളിലും 30% മാർജിൻ സീറ്റ് വർധനവും, എല്ലാ എയ്ഡഡ് സ്കൂളുകൾക്കും 20% മാർജിൻ സീറ്റ് വർധനവും, ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് അധികമായി 10% മാർജിൻ സീറ്റ് വർധനവും അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷനിൽ 59 ബാച്ചുകളും കൊമേഴ്സ് കോമ്പിനേഷനിൽ 61 ബാച്ചുകളുമാണ് മലപ്പുറത്ത് അനുവദിച്ചത്. കാസർഗോഡ് ജില്ലയിൽ 1 സയൻസ് ബാച്ചും 4 ഹ്യൂമാനിറ്റീസ് ബാച്ചുകളും 13 കൊമേഴ്സ് ബാച്ചുകളും ഉൾപ്പെടെയാണ് 18 ബാച്ചുകൾ. ബാച്ചുകൾ അനുവദിച്ചതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും മലബാറിലെ സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ ഇത് പര്യാപ്തമല്ലെന്നും പ്രതിപക്ഷം. കോഴിക്കോട്, അതുപോലെ പാലക്കാട്, വയനാട് ജില്ലകളിൽ കൂടി ആവശ്യമായ ബാച്ചുകൾ അനുവദിക്കണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അവിടെയും ധാരാളം കുട്ടികൾക്ക് സീറ്റ് കിട്ടാതെ അവർക്ക് പുറത്തു നിൽക്കുന്നുണ്ട്. UDF-ൻ്റെയും വിദ്യാർത്ഥി സംഘടനകളുടെയും വിവിധ സംഘടനകളുടെയും ഒക്കെ ഈ
ത്യാഗപൂർണമായ അവരുടെ പ്രയത്നത്തിന് റിസൾട്ടുണ്ടായി. ഗവൺമെൻറ് ഇപ്പോൾ 2 ജില്ലകളിൽ +2 ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ അനുവദിച്ചു എന്നുള്ളതിനെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. 138 താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നതിന് 1 വർഷം 14,90,40,000 രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യതയുണ്ടാകും. പുതിയ ബാച്ചുകൾ വരുന്നതോടെ +1 പ്രവേശനം സംബന്ധിച്ച പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അധിക താൽക്കാലിക ബാച്ചുകൾ കൊണ്ട് പ്രശ്നം തീരില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഓരോ വർഷവും പ്രശ്നം സങ്കീർണമാക്കാതെ പരിഹരിക്കാൻ സ്ഥിരമായ ഒരു സംവിധാനം വേണം. ഇതിനായി സ്ഥിരം അധിക ബാച്ചുകൾ അനുവദിക്കണം. സർക്കാർ സ്കൂളുകൾക്കൊപ്പം എയ്ഡഡ് സ്കൂളുകളെയും ഇതിനായി പരിഗണിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. വി എ ഗിരീഷ്, 24, തിരുവനന്തപുരം. അപ്പോൾ അങ്ങനെ കാര്യത്തിൽ ചെറിയൊരു ആശ്വാസമായിട്ടുണ്ട്, താൽക്കാലികമായിട്ടാണെങ്കിൽ കൂടിയും. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജനം കഴുതയല്ല സർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മനോഹരൻ പറയുന്നുണ്ട്, പൊതുജനം കഴുതയാണ് സർ എന്നാണ് പറയേണ്ടത്, ഈ പേര് ഒരു കാരണവശാലും ചേരുന്നതല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം. ദിനേശ് ഹരിപ്പാട് പറയുന്നത്, എൻ്റെ ഒരു സുഹൃത്തിനെ തെരുവുനായി ആക്രമിച്ച് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് എന്നാണ് ദിനേശ് ഹരിപ്പാട് ഇപ്പോൾ ഒരു കാര്യം പറയുന്നത്. സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന CAG റിപ്പോർട്ട്. ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിൽ കാലതാമസമുണ്ടായി. വനേതര ഭൂമി വേർതിരിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്ന വിമർശനം. മൃഗങ്ങൾക്ക് ഉൾക്കാട്ടിൽ വെള്ളവും ആഹാരവും ഉറപ്പുവരുത്തിയില്ലെന്നും വന്യജീവികൾ നാട്ടിലിറങ്ങാൻ ഇത് കാരണമായെന്നും CAG റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിൽ സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്ന് CAG റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. സർക്കാർ വീഴ്ചകളുടെ നീണ്ട നിര അക്കമിട്ട് നിരത്തുകയാണ് CAG റിപ്പോർട്ട്. വനം വനേതര ഭൂമി വേർതിരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. ആനത്താരകൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു. അധിനിവേശ സസ്യങ്ങൾ നശിപ്പിച്ചില്ല. മൃഗങ്ങൾക്ക് വെള്ളവും ആഹാരവും ഉൾക്കാട്ടിൽ ഉറപ്പുവരുത്തുന്നതിലും വനം വകുപ്പ് പരാജയം. വന്യജീവികൾ നാട്ടിലിറങ്ങാൻ ഇതു കാരണമായി. വന്യജീവി സെൻസസ് കൃത്യമായി നടപ്പാക്കിയില്ല. കയ്യേറ്റം തടയുന്നതിൽ പരാജയപ്പെട്ടു. വനംഭൂമി കയ്യേറ്റം തടയാതിരുന്നത് മനുഷ്യ വന്യജീവി സംഘർഷത്തിന് കാരണമായി. വനഭൂമി KSEB പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വനേതര പ്രവർത്തനങ്ങൾക്കായി വിട്ടുകൊടുത്തു. അക്രമകാരികളായ ആനകൾക്ക് റേഡിയോ കോളർ സ്ഥാപിക്കണമെന്ന് കേന്ദ്ര വനം മന്ത്രാലയം നിർദ്ദേശിച്ചെങ്കിലും സംസ്ഥാന സർക്കാർ അതിൽ പരാജയപ്പെട്ടു. 2018 പാലക്കാട് DFO 5.63 കോടി രൂപ ചെലവാക്കി 3 റേഡിയോ കോളർ വാങ്ങി. ഈ കോളർ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വാങ്ങിയെടുക്കാൻ ഇന്നേ വരെ സംസ്ഥാന വനം വകുപ്പിന് കഴിഞ്ഞില്ല. വയനാട്ടിലെ വനവിസ്തൃതി കുറഞ്ഞു. 1811.35 സ്ക്വയർ കിലോമീറ്റർ വനമുണ്ടായിരുന്നത് 2021 863.86 സ്ക്വയർ കിലോമീറ്ററായി കുറഞ്ഞു. 947.49 സ്ക്വയർ കിലോമീറ്റർ വനവിസ്തൃതിയാണ് കുറഞ്ഞത്. തോട്ടങ്ങൾക്കും കൃഷികൾക്കുമായി വനഭൂമി ഏറ്റെടുത്തതോടെയാണ് വിസ്തൃതി കുറഞ്ഞത്. നിർമ്മാണ പ്രവർത്തനങ്ങളും മനുഷ്യന്റെ കടന്നുകയറ്റവുമാണ് വനത്തിലെ ആവാസ വ്യവസ്ഥയെ നശിപ്പിച്ചതെന്നും CAG റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 2017 മുതൽ 2021 വരെ സംസ്ഥാനത്ത് 29,798 വന്യജീവി ആക്രമണ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 445 പേരുടെ ജീവൻ നഷ്ടമായി. വയനാട്ടിൽ മാത്രം 6,161 കേസുകൾ. മുഴുവൻ കേസുകളിൽ 12.48% കേസുകളും വയനാട്ടിൽ നിന്ന്. സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ സർക്കാരിനെ വേട്ടയാടുകയാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വനം വകുപ്പും സർക്കാരും പറയുമ്പോഴും ജനങ്ങൾക്ക് അത് പ്രകടമാകുന്നില്ല എന്നതാണ് വസ്തുത. അതിൻ്റെ പുറത്താണ് സർക്കാരിന് ഇരട്ടി പ്രഹരമായി CAG റിപ്പോർട്ട് കൂടി വന്നു വീഴുന്നത്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. അപ്പോൾ ഇതോടെ ഇന്നത്തെ പൊതുജനം കഴുതയല്ല എന്ന പരിപാടിയുടെ സമയം പൂർത്തിയാവുകയാണ്.